ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാഫ് വരക്കാനാണ്. ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവർക്കും ഗ്രാഫ് വരക്കാൻ അറിയും. ഇനി ആരും പറയാൻ പാടില്ല എനിക്ക് ഗ്രാഫ് വരക്കാൻ അറിയില്ല. പിന്നെ എല്ലാവരുടെയും സംശയം എന്ന് പറയുന്നത് നാളെ എക്സാമിന് പോകുമ്പോൾ ഞങ്ങൾ ഗ്രാഫ് പേപ്പർ വാങ്ങിക്കൊണ്ടുപോകണോ എന്നുള്ളതാണ്. നിങ്ങൾ ഗ്രാഫ് പേപ്പർ വാങ്ങിക്കൊണ്ടുപോകുന്നു വേണ്ട, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്കിലെ ഗ്രാഫ് പേപ്പർ ഉണ്ടാകും. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാഫ് വരക്കണം. അപ്പൊ എന്ത് ഗ്രാഫാ വരക്കണ്ടേ എന്നായിരിക്കും നമ്മുടെ സംശയം അല്ലെ? നിങ്ങളോട് ചോദിക്കുക, ടൈമും വെലോസിറ്റിയും തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈമും പൊസിഷനും തരും. അതായത് രണ്ടേൽ ഏതെങ്കിലും ഒരു ഗ്രാഫ് മാത്രമേ നിങ്ങളോട് ചോദിക്കുള്ളൂ. പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇത് വ്യത്യാസം അറിയാലോ. എപ്പോഴും വരയ്ക്കണ സമയത്ത് ടൈം നിങ്ങൾ എക്സ് ആക്സിസിൽ കൊടുക്കുക. എന്താണ് ടൈം? എപ്പോഴും എക്സ് ആക്സിസിൽ കൊടുക്കുക. ഇവിടെ എസ്, ഇവിടെ വി കേട്ടോ. ഇവിടെ നമുക്ക് ടേബിളിൽ തരും. അതേ ആൾക്കാരെ നോക്കി നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. സെറ്റാണല്ലോ. സോ നമുക്ക് വരയ്ക്കാൻ പഠിക്കാം. റെഡി? ഓക്കെ. ഇതാണ് നമ്മുടെ ടേബിൾ. ഗ്രാഫ് പേപ്പറും എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ് ആക്സിസും വൈ ആക്സിസും വരക്കുക. ഇങ്ങനെ വരക്കുന്നതാണ് എക്സ് ആക്സിസ്. കുത്തനെ വരക്കുന്നതാണ് വൈ ആക്സിസ് എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും അറിയാലോ. പിന്നെ എപ്പോഴും എക്സ് ആക്സിസിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? ടൈം കൊടുക്കണം. വൈ ആക്സിസിൽ വേണം അപ്പുറത്താൾ. ഇവിടെ എന്താ നമുക്ക് തന്നിരിക്കുന്നത്? ടൈമും വെലോസിറ്റിയാണ്, പ്രവേഗവുമാണ് അല്ലെ. അപ്പൊ വി ഇവിടെ കൊടുക്കുക, ടി എവിടെയാണ്? എക്സ് ആക്സിസിലും കൊടുക്കുക. സെറ്റാണല്ലോ. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. സ്കെയിൽ എഴുതുക എന്ന് പറയും. എന്താണ്? സ്കെയിൽ എഴുതുക. പക്ഷെ ഇത് എഴുതണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു ടാസ്ക് ഉണ്ട്. അപ്പൊ അത് നമുക്ക് ചെയ്യാം. അതായത് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്? ഈ കണ്ടോ ടൈമിൽ 0, 2, 4, 6, 8, 10 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ അത് ഗ്രാഫിലും അതുപോലെ നമ്മൾ എഴുതി കൊടുക്കണം. ഓക്കെ. അപ്പൊ എഴുതുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പൊ നല്ല സുഖമാണ്. കാരണം 0, 2, 4 അത് എന്താണ് ഒരു സെയിം ഒരു 2 ഡിഫറൻസിലാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ അതേപോലെ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കണമെങ്കിൽ യാതൊരു പ്രശ്നമില്ല. അപ്പൊ തുടക്കത്തിൽ 0, പിന്നെ അടുത്ത കള്ളി 2, അടുത്ത കള്ളി 4, അടുത്ത കള്ളി 6, അങ്ങനെ കള്ളികൾ എഴുതുക കേട്ടോ. 8, 10 കേട്ടോ, 12 അങ്ങനെ പോയിക്കോട്ടെ അല്ലേ. 14 വരെയൊക്കെ എഴുതി കൊടുത്താൽ സംഭവം സെറ്റ്. മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഇവിടെ ഓരോന്നും കേട്ടോ, അതാണ് ഓരോന്നുമാണ് നിങ്ങൾ ഈ കട്ടിയുള്ള ലൈൻ ഉണ്ടല്ലോ, അതാണ് നിങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതാണ് നമ്മൾ മെയിൻ ഫോക്കസ്. ഓക്കെ, റെഡി. ഇനി അടുത്തതും ആദ്യം നിങ്ങൾ ഇങ്ങനെ ഇത് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്പർ എഴുതി ഭയങ്കര സുഖം, പിന്നെ തെറ്റിപ്പോകില്ല കേട്ടോ. ആദ്യം ഇതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും കഴിഞ്ഞു. സെറ്റാണല്ലോ. ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കുക. അവിടെ 0, 20, 40 പടച്ചോനെ അങ്ങനത്തെ നമ്പറാണ് അല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്ത് കൊടുക്കുക? അപ്പൊ ചില കുട്ടികൾ എന്താ ചെയ്യും? 0 ഇവിടെ ഉണ്ട്, അപ്പോൾ 20, 40, അടുത്തത് 40 അങ്ങനെ എഴുതാൻ പറ്റൂല. അത് ബുദ്ധിയല്ല, അത് പൊട്ടത്തരാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇങ്ങോട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കുക, ഇതിലുള്ള എല്ലാ നമ്പറുകളും നമ്മുടെ ഗ്രാഫിൽ വരണം. പക്ഷേ ഒരു നമ്പറും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ ഗ്രാഫിൽ പോയിട്ട് ഞാൻ 0, 20, 40 എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഒറ്റ ടാസ്ക് ഉള്ളൂ, ഇതിലുള്ള നമ്പർ ഗ്രാഫിൽ വരണം. എന്നാൽ ഇപ്പൊ ഇവിടെ 2, 4, 6, 8 എഴുതിയതുപോലെ ഒരു സെയിം നമ്പർ ഇങ്ങനെ അല്ലെ, ഒരു കോൺസ്റ്റന്റ് ഡിഫറൻസിൽ അതിങ്ങനെ പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ്. എനിക്ക് വേണമെങ്കിൽ 5, 10, 15, 20, 25, 30, 40 അങ്ങനെ എഴുതി കൊടുക്കാം. പക്ഷെ ഞാൻ 5, 10 ഡിഫറൻസിൽ എഴുതുമ്പോൾ എൻ്റെ ഗ്രാഫ് അത്യാവശ്യം വലിയ ഗ്രാഫ് അല്ലെ, വലിയ സൈസായി പോകും. ഞാൻ 10, 20, 30 എഴുതുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും അല്ലേ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 20, 40, 60, 80, 20 ഡിഫറൻസിൽ എഴുതാം. ഓക്കെ, നിങ്ങൾ ഇഷ്ടമാണ്. ആ നമ്പറിൽ വരികയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് 10, 20, 30, 40, 50, 60 അങ്ങനെ എഴുതി കൊടുക്കുന്നു കേട്ടോ. അപ്പൊ ചിലർക്ക് സംശയം വരുന്ന, എനിക്കിഷ്ടം അങ്ങനല്ല, എനിക്ക് 0, 20, 40, 60, 80 അങ്ങനെ 20 ഡിഫറൻസിലാണ് എനിക്കിഷ്ടം. നിങ്ങൾ അങ്ങനെ കൊടുത്തോളി, ഒരു പ്രശ്നമില്ല. ആ നമ്പർ ഇതിൽ വരണം. പിന്നെ നമ്പർ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അത്രമാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സോ നമുക്ക് ഗ്രാഫ് ഇനി വരയ്ക്കാൻ പറ്റും. സെറ്റാണല്ലോ. ഇതാണ് നമ്മുടെ പകുതി കഴിഞ്ഞു. ഇനി പകുതി കഴിഞ്ഞടാ. ഓക്കെ, ഇനി ഒരു ടാസ്ക് ഉണ്ട്. ആ ടാസ്ക് എന്ന് പറഞ്ഞാൽ സ്കെയിൽ എഴുതാന്ന് പറയും. അതായത് ഇപ്പൊ ഗ്രാഫ് നോക്കുന്ന ഒരാൾക്ക്, വരച്ച ആൾക്ക് ഇത് സിമ്പിൾ അവിടെ ഇവിടെയൊക്കെ കണ്ടെത്താൻ അല്ലേ. പക്ഷേ ഇത് നോക്കുന്ന ആൾക്ക് ആദ്യം ഈ ഗ്രാഫിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സ്കെയില്, മലയാളമാണ് തോത് എന്ന് പറയും, ഈ തോത് നോക്കിയാൽ മതി. അതായത് നമ്മൾ ഈ ഗ്രാഫിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ആദ്യം ഇവിടെ കൊടുക്കുകയാണ്. അതായത് എക്സ് ആക്സിസിൽ എന്താണ്, അടുത്തത് വൈ ആക്സിസിൽ നിങ്ങൾ എന്താണ് കൊടുത്തത്. എക്സ് ആക്സിസിൽ ഞാൻ കൊടുത്തത് ടൈമാണ്. അപ്പൊ ഈ വൈ ആക്സിസിൽ എന്താ കൊടുത്തത്? വൈ ആക്സിസിൽ ഞാൻ പ്രവേഗം വെലോസിറ്റിയാ കൊടുത്തത്. അതവിടെ എഴുതി കൊടുക്കാം.
പിന്നെ എക്സ് ആക്സിസിൽ ഓരോന്നും ഓരോ കള്ളിയും നീ എത്ര വീതമാണ് കൊടുത്തത് അതും കൂടെ അവിടെ കൊടുക്കണം. ഓരോ കള്ളിയും 1 കള്ളി അത് പറയാൻ തന്നെ ഒരു ബർക്കത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരു കള്ളി എന്നതിന് പകരം ഓരോന്നും ഓരോ സെൻറ്റിമീറ്ററാണ്. ഓരോന്നും ഉണ്ടോ, ഓരോന്നും നമ്മൾ ഓരോരോ സെൻറ്റിമീറ്ററാണ്. ഇതൊക്കെ ഓരോ സെൻറ്റിമീറ്ററുകളാണ്. ഓക്കെ, അപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഞാൻ കൊടുത്തിട്ടുള്ളത് എന്താ നോക്കണേ, 2, 4, 6, 8, 10 അങ്ങനെയാണല്ലേ, 2 സെക്കൻഡ് വീതമാണ്. കാരണം ടൈം ആണല്ലോ, അതുകൊണ്ടാണ് സെക്കൻഡ്. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് 2 സെക്കൻഡ് വീതമാണ്. അടുത്തത് വെലോസിറ്റി അല്ലേ, അതായത് ഓരോ കള്ളിയും നമ്മളിവിടെ കൊടുത്തത് നോക്കണേ, ഓരോ കള്ളിയും ഞാൻ കൊടുത്തത് എന്താണ്, 10 വീതമാണ് അല്ലേ. അവിടെ വെലോസിറ്റി ആണ്, അപ്പോൾ വെലോസിറ്റിന് യൂണിറ്റ് കൊടുക്കുക. അവിടെ ഓരോ കള്ളിയും അതിൻ്റെ പകരം 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മീറ്റർ ബൈ സെക്കൻഡ് വീതമാണ്. ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് അവിടെ കിട്ടും. ഇത് മാത്രം എഴുതാനാണ് 1 മാർക്ക് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ഗ്രാഫ് വരച്ചൂടെ? ഗ്രാഫിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് എന്താ മതി, നമ്മൾ വരച്ചു കൊടുത്താൽ മാത്രം മതി. സോ അങ്ങനെയാണെങ്കിൽ 0 ഓക്കെ, തുടക്കത്തിലാണ് അല്ലേ, 0 അതെവിടെയാ, 0 പറയുമ്പോൾ ഇതാണ് അല്ലേ, ഈ ഒരു പോയിന്റാണ്. നെക്സ്റ്റ് 2:40. ഓക്കെ, അപ്പം നമ്മൾ പെൻസിലോണ്ട് എന്ത് ചെയ്യണം, 2 ഇങ്ങനെ തുടങ്ങുക. ഓക്കെ, 40 എവിടെയാണ് മീറ്റ് ചെയ്യുന്നത്, 40 ഇവിടെയാണ് അല്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ 40 അല്ലേ, ശരിയല്ലേ, ഇതല്ല 40. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, പെൻസിലോണ്ട് വരച്ചതൊക്കെ നിങ്ങൾ മായ്ച്ചു കൊടുക്കുക. ഇവിടെ നിങ്ങളൊരു പോയിന്റ് അപ്പം തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി അടുത്ത ടാസ്ക് ആണ് 4ലും 40 ആണ്. 4ലും 40. 4 എവിടെയാ, 4 ഇങ്ങനെ മുകളിലേക്ക് വരച്ചു കൊടുക്കുക. എന്നിട്ട് 40 അല്ലേ, 40 ഇതാണല്ലേ. പെൻസിലോണ്ട് മായ്ച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ പെൻസിലോണ്ട് മായ്ച്ചു, അപ്പം എൻ്റെ ഇതൊക്കെ പോയി. അപ്പോൾ അവിടെ നമ്മളൊരു അടയാളം എടുത്തു. ഇനി അടുത്തത് 6ലും 40 ആണ്. ഇതെന്തത്, 6ലും 40. സോ 6 വരക്കുന്നു. 6ൽ നമ്മളിങ്ങനെ മുകളിലേക്ക് വയ്ക്കും. 40 എവിടെയാ, യെസ് 40 ആണ്. സോ ഇതാണ് ആ പോയിന്റ്. ഓക്കെ, ഞാൻ അവിടെ എന്ത് ചെയ്യുന്നു, ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അടുത്തതും 8ൽ 40. ഇതെന്തത്, എല്ലായിടത്തും 40 ആണടാ, ശരിയാണല്ലോ. ഓക്കെ, 8ലും 40 അവിടെ തന്നെ പോയിന്റ് സെയിം അവിടെ തന്നെയാണ്. സോ 8ലും 40, 10ലും ഇവിടെ തന്നിരിക്കുന്നത് 40 ആണ്. സോ നമുക്ക് ഗ്രാഫ് കിട്ടി അല്ലെ, ഗ്രാഫിൻ്റെ ഒരു അടയാളം നമുക്ക് കിട്ടി. ഇനി നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഇത് യോജിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി. സോ ഞാൻ സിമ്പിളായിട്ട് എന്ത് ചെയ്യും, ഇത് അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കും. അത്ര പരിപാടിയുള്ളടാ, സിമ്പിൾ. ഇതിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ പറയാനുള്ള കാര്യം, ചില ആൾക്കാർ മെയിനാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുഞ്ഞു കുത്തൊക്കെ അങ്ങനെ കുത്തിട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ ഈ വലിയ ഈ സ്റ്റാറൊക്കെ വരച്ചതിന് പകരം ചില ഇങ്ങനെ കുഞ്ഞു കുത്ത് ഇടയ്ക്കിട്ട് വരക്കുമ്പോൾ അങ്ങോട്ട് വളഞ്ഞും അവിടെയും ഇവിടെയും അങ്ങനെയൊക്കെ പോകും. അതൊന്നും നിങ്ങൾ നിൽക്കരുത്, കുത്തൊന്നും വേണ്ട. അങ്ങനെ വലിയ കുറച്ച് അടയാളത്തിലുള്ള കാണുന്ന രീതിയിലുള്ളൊരു മാർക്ക് ചെയ്ത് കൊടുക്കണം. സെറ്റാണല്ലോ. അപ്പോൾ നമുക്ക് ഗ്രാഫ് കിട്ടി. ദിസ് ഇസ് എ ഷേപ്പ് ഓഫ് എ ഗ്രാഫ് അല്ലേ. ഇങ്ങനെ കുത്തനെ മുകളിലേക്ക് പോകുന്നു, പിന്നെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട്. സെറ്റാണല്ലോ. അപ്പോൾ ഇത് വരച്ച് കഴിഞ്ഞാൽ ഫുൾ മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സെറ്റാണല്ലോ. ഇനി ഞാൻ ഇതിലൊരൊറ്റ ചോദ്യം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ആ ചോദ്യം കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ വരച്ചിട്ട് കിട്ടിയ നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ദാ തോത് കാണാം. ഓക്കെ, ദാ പെട്ടിപ്പെടണ്ട്. ഇതാണ് നമ്മൾ വരച്ച ഗ്രാഫ് കേട്ടോ. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ ഒരു ടാസ്ക് ഉണ്ട്. ലഭിച്ച ഗ്രാഫിൽ നിന്നും 4ാമത്തെയും 10ാമത്തെയും സെക്കൻഡിനിടയിൽ ഉണ്ടായിട്ടുള്ള സ്ഥാനാന്തരം കണ്ടെത്തുക. അതാണ് ചോദ്യം. മക്കളെ, ഇതൊരു അഡീഷണൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് VT ഗ്രാഫ് ആയതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. മക്കൾ മനസ്സിലാക്കി വെക്കണം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് VT ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. ഇതിൽ നിന്നും നമ്മൾ എങ്ങനെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും, ചില ആൾക്കാർ ഇതിനെ കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ ഇതിനെ കാണാൻ പറ്റുന്ന, ഇതിന് നിങ്ങൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിലൊന്നും ഡിസ്പ്ലേസ്മെന്റ് കിട്ടില്ല. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ആ ഐഡിയ ഇതാണ്. VT ഗ്രാഫിൽ നിന്നും നിങ്ങൾ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടെത്തിക്കഴിഞ്ഞാൽ, പരപ്പളവ് കണ്ടെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ചോദ്യത്തിലേക്ക് ഒന്നും കൂടെ പോകാം. 4ാമത്തെയും 10ാമത്തെയും സെക്കൻഡിനിടയിൽ ഉണ്ടായിട്ടുള്ള സ്ഥാനാന്തരം നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, 4 ഇതാ ഇവിടെയാണ്, 10 ഇതാ ഇവിടെയാണ്. ഓക്കെ, ബ്ലാക്ക് കൊണ്ട് എടുക്കാം. 4 ഇതാ ഇവിടെയാണ്, 10 ഇതാ ഇവിടെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെയും 10ാമത്തെയും ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഏതാണ്, ഇതാണ് അതിൻ്റെ ഗ്രാഫ് അല്ലേ, ഇതാണ് അതിൻ്റെ ഗ്രാഫ് അല്ലേ. വരച്ചതാണ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള, അതായത് ഈ വരയുടെ താഴെയുള്ള, അതാണ് ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്നാ പറയാം.
ഇതിൻ്റെ താഴെയുള്ള ഈ സ്ഥലത്തെ ഏരിയ കണ്ടെത്തി കഴിഞ്ഞാൽ, ഈ മൊത്തം സ്ഥലത്തെ ഏരിയ നിങ്ങളോട് കണ്ടെത്തിയൊക്കെ നിങ്ങൾ ഞെട്ടിയിട്ട് പോകും. ഞെട്ടാൻ കാരണം എന്താ പറയുക, ആ ഏരിയ എന്ന് പറഞ്ഞാൽ അവിടെ കവർ ചെയ്തിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റിന് ഈക്വൽ ആണ്. ഓക്കെ, ഈ പച്ച മാർക്ക് ചെയ്ത മൊത്തം സ്ഥലം നിങ്ങൾ കണ്ടെത്തിയാൽ മതി. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇതെങ്ങനെ കണ്ടെത്താം, ഏരിയ കണ്ടെത്തിയാൽ മതി. ഇതൊരു ചതുരല്ലേ, ചതുരത്തിൻ്റെ ഏരിയ എങ്ങനെ കാണാം, നീളം ഇൻറ്റു വീതി ചെയ്താൽ പോരടാ, നീളം ഇൻറ്റു വീതി. അപ്പോൾ ഏരിയ സമം എന്താണ്, നീളം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എത്രയാണ്, 2, 4, 6 അല്ലേ. അപ്പോൾ എത്രയാണ് നീളം എന്ന് പറയുമ്പോൾ നോക്കണേ, 4 10 അല്ലേ. അപ്പോൾ ഇവിടെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ് നോക്കണേ, എത്ര വരിക, ലെങ്ത്ത് 10 - 4 അതായത് 6 ഇൻറ്റു ഈ ഹൈറ്റ് എത്രയാണ് 40. സെറ്റല്ലേ, സിമ്പിൾ അല്ലേ. അപ്പോൾ നമുക്ക് ഇത്ര കിട്ടി, 240 മീറ്റർ ആണ് അവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇത് കണ്ടെത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കുഞ്ഞു ടാസ്ക് തരട്ടെ, പ്രശ്നം ഉണ്ടാവോ? ഇല്ലല്ലോ. ഇതാണ് നമ്മുടെ VT ഗ്രാഫ്. ഈ VT ഗ്രാഫിൽ നിന്നും ഏരിയ കണ്ടെത്തിയാൽ നമ്മൾ പഠിച്ചു നമുക്ക് എന്ത് കിട്ടും, സ്ഥാനാന്തരം കിട്ടും അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും എന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരാളെ കൂടെ കണ്ടെത്തി കഴിഞ്ഞാൽ വേറെന്തോ ഒരു സാധനം കിട്ടും. അത് ഞാൻ പറഞ്ഞുതരാം, സ്ലോപ്പാണ്. നിങ്ങൾ ഈ ഗ്രാഫിൻ്റെ ചെരിവ് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാളെ കിട്ടും. അതാരാണ് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ആരും ടെൻഷൻ ആവേണ്ട. ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ മെഗാ മാരത്തോൺ ലൈവ് ഉണ്ട്. 100% ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആരും ലൈവ് മിസ്സാക്കണ്ട. രാത്രി കാണാം. ബൈ. താങ്ക് യു സോ മച്ച്.